ഒരു ബ്രൗൺ എസ്റ്റിൽ അതുവഴി പോയിരുന്നോ? ശ്രദ്ധിച്ചില്ല സാറേ. സാറിന് എന്താ സാറേ കുടിക്കാൻ? ഒരു കട്ടൻ. ഇവിടെ ഒരു 3 കട്ടൻ എടുത്തോ. ഒന്ന് ഇത്തിരി സ്ട്രോങ് ആയി. അച്ഛൻ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. ഞാനിന്ന് ഡ്യൂട്ടി കയറി. അക്കാര്യം മുടങ്ങിയെന്ന് വെച്ചിട്ട് നീ ടെൻഷൻ അടിക്കണ്ട. വേറൊരു കാര്യം ലച്ചു പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയാണെന്നാ കേട്ടത്. ഞാനും കണ്ടുവച്ചിട്ടുണ്ട് ഒരു കുട്ടീനെ, ഒരു 52 വയസ്സുള്ള കുട്ടീനെ. ആദ്യം അച്ഛൻ്റെ ഒറ്റപ്പുള്ളൊന്ന് മാറട്ടെ, എന്നിട്ട് മതി എൻ്റെത്. ഒന്ന് പോടാ. ഓക്കെ അച്ഛൻ കിടന്നോ, ഞാൻ വിളിക്കാം. എന്താടോ സാറേ, ഇവനാ ജാക്സൺ ബസാറിലെ ടീമാ. ഇവന്മാരുടെ കൂട്ടും പരിപാടിയൊക്കെ യൂട്യൂബിലുണ്ട് സാറേ. നമ്മുടെ CI സാറിനെ തല്ലിയ കേസിൽ ഇവരുണ്ടോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട് സാറേ. എന്താണെങ്കിൽ കഴിക്കാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട സാർ. ആ വാ, ഒരു കട്ട അടിച്ചിട്ട് പോവാം. കൂട്ടത്തിൽ കൂടി പതുങ്ങിയിരുന്ന നിന്നെ കണ്ടുപിടിക്കില്ലാന്ന് വിചാരിച്ചടാ. പോലീസായിരുന്ന നിന്നെ പോലെ ഊതാൻ പോണ ടീം. നിന്റെ നേതാവുണ്ടല്ല ശങ്കരൻ, അവൻ നമ്മള് പൊക്കി കേട്ടടാ. തൂക്കെടുത്ത് കേട്ടോ. ഞാനും കൂടെ അത്രയും കൂടി ഞങ്ങൾ ചെയ്യേണ്ട സാറേ. ഞങ്ങളെ പാപ്പനെ ചവിട്ടിക്കുന്നു. എടാ നിന്റെ മോന്ത നാട്ടുകാർ കൈവെക്കൂടാ. അവൻ പോലീസുകാർക്കിട്ട് ഉണ്ടാക്കാൻ വന്നേക്കണു. വേണ്ടിടാ പിടിച്ചു വാങ്ങണം അവന്റെ ഫോൺ. ആ ഹലോ, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, എന്തു പറ്റി? ആ നീ ആ ബസാറിന്റെ പുറത്ത് പോലീസ് എങ്ങാനും ഉണ്ടോ നോക്കിട്ട് വിളി. അല്ല ആരെങ്കിലും വിട്ടാലും മതി. എടാ എന്താണ് കാര്യം പറയ്. സന്തോഷ് ലോക്കായി. ഞാൻ അങ്ങോട്ട് വരിക. ഇവിടെ സേഫ് അല്ല. ഈ ഫോട്ടോ അരവിന്ദൻ അയച്ചു കൊടുത്തോ? അയച്ചിട്ടില്ല സർ. എന്നാ വേഗം അയച്ചു കൊടുക്ക്. സർ സാർ, സാറേ ഒരു ഇൻഫർമേഷൻ ഉണ്ട്. ആ അരവിന്ദൻ സാറ് പരിപാടിയൊക്കെ നിർത്തി ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അങ്ങനെ ഇപ്പം ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ശങ്കരനെ പൂട്ടുന്ന പരിപാടി നടക്കോ സാറേ? ഞാൻ നോക്കിക്കോളാം സാർ. ഹലോ അരവിന്ദൻ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? സർ, CA സാറെ തല്ലിയ കേസിലെ പ്രതികളിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവനെയും പൊക്കിക്കൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വരാം സാർ. യുവമാരൊക്കെ ആ പുറമ്പോക്കിലെ ടീംസാണ് സാർ. സാർ ഹലോ, താനാദ്യം വണ്ടി സൈഡാക്കി. വണ്ടി സൈഡേക്ക്. ഈ ജാക്സൺ ബസാറുകാരെ ഇവിടെ എത്തിക്കാൻ താൻ ഇത്ര പാടുപെടണ്ട. അവർക്കുള്ള കെണി ഞാൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തനിക്കിപ്പോൾ ഫോണിൽ പ്രതികളുടെ ഫോട്ടോ കിട്ടിയിരിക്കും. ചെല്ല്, ഏത് കാലിൻ്റെ ഇടയിൽ ഒളിച്ചാലും അവന്മാരെ പൊക്കിയേക്ക്. ഓക്കെ സാർ. യൂട്ടോ എടുക്ക്. എങ്ങോട്ടാ സാറേ? തനിക്ക് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ് ഇല്ല സാറേ. സാറേ ആളെത്തിയിട്ടുണ്ട്, പണിയും തുടങ്ങിയിട്ടുണ്ട്. അരവിന്ദൻ അയാളെ CI സാറിട്ട് പാമ്പും കൂണിയും കളിപ്പിക്കുന്നുണ്ട്. മരുന്നടിച്ച് കയറ്റിയതിൻ്റെ ഒരു മയക്കമുണ്ട്. നാളെ താൻ വിളിക്കുമ്പോൾ ഒരു ഗുഡ് ന്യൂസും കൂടി വേണം സാർ. ഇവരാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്? ആ ഇത് തന്നെയാ. 4 പേരുണ്ടായിരുന്നോ? ആ 4 പേരുണ്ട്. നിനക്ക് ഇവരെ നേരത്തെ അറിയാടാ? ഇല്ല. ഒന്ന് ചോദിക്കണോ? പറയടാ. അറിയില്ല, അറിയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ തല്ലിക്കൊന്നാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. സാറേ, എൻ്റെ അച്ഛനാ ബാറിലെ സെക്യൂരിറ്റി. ഞങ്ങൾ കുറച്ച് കാശ് മേടിക്കാൻ പോയതാ. അപ്പോഴാ അവന്മാർ അച്ഛനെ ബീറൂപ്പിക്കറിഞ്ഞു. അങ്ങനെയാ ഞങ്ങൾ കോർത്തത്. അതിനവന്മാർ 1.5 സെക്കൻഡ് മേല് വണ്ടി കൊണ്ട് കയറ്റിയത്. അച്ഛനെ പറ്റോടാ?
പേരെന്താണ്? നസീർ. പേരെന്താണ്? ഷീല. നസീർ ഷീല. അതാണ് കുഴപ്പം. ഈ പേര് നിങ്ങൾ ചെറുപ്പത്തിലിട്ടാണോ അതോ പ്രേമിച്ചതിന് ശേഷം ഇട്ടാണോ? ഈ പേരുള്ളതുകൊണ്ടല്ലേ ഞങ്ങൾ പ്രേമം തുടങ്ങി. അതെങ്ങനെ? ഹായ് ഷീല, ദിസ് ഇസ് നസീർ. എൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റാ മെസ്സേജാ. എന്ത് രസമായിരുന്നു അല്ലേ ഷീലേ? ഇവരാദ്യമായിട്ടാണ് വിളിച്ചിരുന്നത്. പുല്ലേ, ഇൻസ്റ്റയിൽ അക്കൗണ്ട് തുടങ്ങിയാൽ മതിയായിരുന്നു. കാറൊക്കെ വാങ്ങിച്ചത് സമയം കളഞ്ഞു. ഹായ്, നമസ്കാരം സാർ. ചിരി വരണ്ട. ഇല്ല സാർ. എന്നാ റൂമിൽ പോയിരിക്കേ. കമ്പ്യൂട്ടർ റൂമിൽ AC ഉണ്ട്. ശരി സാർ. മാഡം, ID കാർഡ് കിട്ടിയില്ലല്ലോ. തന്നിരുന്നു സാർ. നിന്റെ അല്ല, ഇവളുടെ. നമ്മുടെ ഫോൺ ഓഫായി പോയി സാർ. ഗൂഗിൾ ഡ്രൈവിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം കാണില്ല. നിന്റെ ഗൂഗിൾ ഡ്രൈവിൽ ഇവളുടെ ID മാത്രമേ ഉള്ളോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടോ? എന്തായാലും നീ ഫോണൊന്ന് എടുക്ക്. ഫോൺ എടുക്കടാ, ഞാനൊന്ന് കാണട്ടെ. ഫോൺ എടുക്കടാ. താടാ ഇങ്ങോട്ട്. സാർ, എൻ്റെ സ്വകാര്യത. എന്ത് സ്വകാര്യതയാടാ ഇതിനകത്തുള്ളത്? ഞങ്ങളുടെ കുറച്ച് പ്രൈവറ്റ് ഫയൽസ് ഉണ്ട് സാർ. എന്നാ ഞാൻ ഒന്ന് കണ്ടുവരാം. കാണട്ടെ. പിൻ നമ്പർ പറയടാ. പറയടാ. 1 1 പറയടാ. 2 2 3 3 പറയടാ. 4 4 ഭയങ്കര പിൻ നമ്പറാണല്ലോടാ. ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തരാം. നീ അവിടെ ഇരിക്ക്. സാർ, സാർ, അടങ്ങിയിരിക്കടാ. പോയി ഫോൺ എടുത്തോണ്ട് വേണം കോപ്പ. സാബുൻ്റെ 2 ബസ് റെന്റ് വാങ്ങിച്ചിടാൻ വല്ല മാർഗമുണ്ടോ? അതാണല്ലോ എൻ്റെ പണി. മാഡം, ഇവിടെ എന്താ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാ ഞങ്ങൾ. അതിൻ്റെ അപ്പുറത്ത് ഒരു തെറ്റും ഞങ്ങൾ ചെയ്തിട്ടില്ല. എന്തടിസ്ഥാനത്തിൽ ആ സാറ് നസീറിൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയത്? അതിനകത്ത് ഞങ്ങളുടെ പ്രൈവറ്റ് ചാറ്റും ഫോട്ടോസും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ നോക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ഇത് ചുമ്മാ അയാളുടെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട്. മാഡം, എത്ര നേരം ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിട്ടെന്നറിയോ? എനിക്ക് മതിയായി. അതിന് പുറമെ കുറെ ആൾക്കാരുടെ നോട്ടവും ഭാവവും. ഇതാ അയാൾ ഞങ്ങളുടെ ഫോണും കൊണ്ടുപോയി. അയാളാ സാറ്? വാ അടയ്ക്കുന്നുണ്ടോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാതെ താൻ നാവ് തുറന്ന താൻ ഞാൻ കേക്കും പാട്ട് എല്ലാം കൊടുത്ത ഞോക്കപ്പില്ലിടും. പറഞ്ഞു മനസ്സിലാവുണ്ടോ? സാറേ, താൻ വിഷമിക്കണ്ട, ഞാൻ നോക്കാം. അങ്ങോട്ടിരുന്നോളൂ. രഘുനാഥേ, താൻ എന്തിനാ ഇവരെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നേ? മേഡം, അവരുടെ ചാറ്റ് ഒന്ന് പരിശോധിക്കണം. എന്തിന്? മേഡം, അവർക്ക് ഈ കഞ്ചാവിന്റെ ബിസിനസ് ഉണ്ടോന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിശോധിക്കണം. എന്റെ ടെമ്പർ പോയി നിൽക്കുകയാണ്. തന്റെ ഊളത്തരങ്ങൾ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. മേഡം, അരവിന്ദ് സാറ് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പ്രശ്നമാവുക. തന്നെ ഡിപ്പാർട്ട്മെന്റ് പ്രൊസീജിയർ ഒന്നും പഠിപ്പിക്കണ്ട. അരവിന്ദ് സാറല്ലേ, ഞാൻ നോക്കിക്കോളാം. ഫോൺ എടുക്ക്. സാറേ, ആ കാറിലുണ്ടായിരുന്നവരുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഇതിലേ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് സാറേ.
അതിന് നമുക്ക് ഗുണമുള്ള കേസാ. ഈ ജോർജ് കുട്ടി കേസൊക്കെ ആരാ ഡീൽ ചെയ്യുന്നത്? ഈ തട്ടലും മുട്ടലും വണ്ടി കേസൊക്കെ ഞാൻ തന്നെ അങ്ങ് ഡീൽ ചെയ്യും. വലിയ ഡീലൊക്കെ വലിയ ഡീലൊക്കെ രഘുനാഥ് സാറും ഉത്തമനും രാജീവ് സാറൊക്കെ ചെയ്യാറ്. അവരൊരു കോക്കസാ സാറേ. കോക്കസ് എന്ന് പറയുമ്പോൾ ഈ കൈക്കൂലി കേസ് മാത്രമേ ഉള്ളൂ? ഏയ്, ചില്ലറ കൊട്ടേഷനൊക്കെ എടുക്കും സാറേ. കൊട്ടേഷനോ? ആ, സ്റ്റേഷനിൽ പലരെയും കൊണ്ടുവന്ന് ഇടിക്കാറുണ്ട്, ഉരുട്ടാറുണ്ട്. ആ കാർ ഓണറെ കയ്യിൽ നിന്ന് വല്ലതും തടയുവോടോ? അതിന് തിരുപ്പണി എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ചൂടാവുന്ന ആളാണെങ്കിൽ വിധിയാണ് പയ്യൻ്റെ. ഡോ, തനിക്കും ഭാര്യയൊക്കെ ഉള്ളതല്ലേ? ഈ സംശയരോഗം വെച്ചിട്ടാണോ താൻ ഈ കേക്ക് വാങ്ങി വീട്ടിൽ പോകുന്നത്? വല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ നോക്ക്. എന്തിന് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് വെറുതെ ഞാൻ എൻ്റെ ശരീരം കേടാക്കണം? മാഡം, ഞാൻ CCTV വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയ GPS ഉണ്ട്. അവളുടെ കളി എൻ്റെ അടുത്താ. GPS-ഓ? ആ, എവിടെ? കാറിലോ? ആ കാറിലല്ലാണ്ട് പിന്നെ എവിടെ? ഏത് കാറില്? എല്ലാ കാറിലും ഉണ്ട്. അവൾ ഏത് കാറിലാണ് പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ റെന്റിന് കൊടുത്ത ഈ ബ്രൗൺ കാറിലുണ്ടോ GPS? ആ, അതിലുണ്ട്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോ? ആ, എനിക്ക് എൻ്റെ മൊബൈലിൽ നോക്കാമല്ലോ. താൻ എന്തൊരു ഫോൺ എടുക്കണോ? മണ്ടനാ, ബുദ്ധികളുണ്ടല്ലോ എങ്ങനെയൊക്കെ ചെയ്തു. ഫോണിങ് എന്നാ മാഡം, ഇത് ഇത്ര നേരം കയ്യിൽ വെച്ചിട്ടാണോ താൻ ഈ കോപ്പിലെ കളി കളിച്ചത്? സാറേ, ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. അവര് സഞ്ചരിക്കുന്ന കാറ് നമുക്കിപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ, നന്നായി. അത് വേഗം അരവിന്ദന് അയച്ചു കൊടുക്കും. ശരി സാർ. ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലേ? സാർ, അയാൾ ഒരു മണ്ടൻ. ഇപ്പോഴാ പറയുന്നേ. അയാൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഇപ്പൊ അയക്കാം സാർ. ഡോ, ഞാൻ ആ കോളനി ശങ്കരനെ പൂട്ടാനുള്ള കൊട്ടേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തമനിൻ്റെ ഒന്ന് അതിന് എൻ്റെ കൂടെ നിൽക്കോടോ. എനിക്കൊരു ഗണ്ണ് വേണം. നോക്കി നിൽക്കാതെ ഗണ്ണെടുത്തോണ്ട് ഓടോ.